രാവിലെ തന്നെ ആദി പാറുവിൻ്റെ വീട്ടിലെത്തി. പാറു റെഡിയായി നിൽക്കുകയായിരുന്നു. അവൾ വീട് പൂട്ടി താക്കോൽ ആദിയെ ഏൽപ്പിച്ചു. അവർ മൂർത്തിയുടെ വീട്ടിലേക്ക് പോയി. പാറു ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആ വലിയ കൊട്ടാരം പോലുള്ള 3 നില വീട് കണ്ട് പാറു വാ പൊളിച്ചുപോയി. രണ്ടാൾക്ക് താമസിക്കാൻ ഇത്രയും വലിയ വീടോ? ഇവർക്ക് മക്കളില്ലേ? മക്കളെക്കുറിച്ചൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. പിന്നീട് ചോദിക്കാം, അവൾ തീരുമാനിച്ചു. ആദി പാറുവിനെയും കൂട്ടി അകത്തേക്ക് നടന്നു. അകത്തെ ആഡംബരം കണ്ട് പാറുവിൻ്റെ കണ്ണ് തള്ളി. ശരിക്കും രാജാക്കന്മാരുടെ കൊട്ടാരം പോലെ. അപ്പോഴേക്കും പോകാൻ റെഡിയായി മൂർത്തിയും യമുനയും അങ്ങോട്ട് വന്നു. ഒരു സർവൻ്റ് ജ്യൂസുമായി വന്നു. ആദ്യം ഒരു ഗ്ലാസ് എടുത്തു. പാറു വേണ്ടെന്ന് പറഞ്ഞു. അവൾ തണുത്തതൊന്നും അങ്ങനെ കഴിക്കാറില്ല. 2 സർവൻ്റ് മൂർത്തിയുടെയും യമുനയുടെയും ലഗേജുമായി കടന്നു വന്നു. ഡ്രൈവർ ലഗേജ് എടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു. അവർ പോകാനിറങ്ങി. ആദി പാറുവിനെ അവൻ്റെ കാറിൽ കയറ്റി. മൂർത്തിയും യമുനയും അവരുടെ കാറിലും. അവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിച്ചു. അവരെ അവിടെ എത്തിച്ചു. ആദി തിരിച്ചുപോയി. നേരിട്ട് സലാലയിലേക്കാണ് പോകുന്നത്. നേരിട്ടുള്ള ഫ്ലൈറ്റാണ്. യാത്രയ്ക്ക് 4-5 മണിക്കൂർ എടുക്കും. ആദിക്ക് ആകെ ഒരു ശൂന്യത പോലെ തോന്നി. ഓഫീസിൽ പോകാനും സൈറ്റിൽ പോകാനും അവന് തോന്നിയില്ല. അവൻ നേരെ പാറുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവൻ വെറുതെ എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങി. അപ്പോഴാണ് ആകാശ് വിളിച്ചത്. ആദി, ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാര്യം പറ നീ. വെറുതെ മനുഷ്യനെ ടെൻഷനാക്കാതെ. ആദി ചൂടായി. അത് നമ്മുടെ രാമുചേട്ടൻ വിളിച്ചിരുന്നു. മലപ്പുറത്തെ പാറുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള. ഓ മനസ്സിലായി, നീ കാര്യം പറ, ആദി പറഞ്ഞു. രവി പാറുവിനെ അന്വേഷിച്ചു. അവിടെ എത്തിയിരുന്നു എന്നും അവളെപ്പറ്റി അടുത്തുള്ള വീടുകളിൽ അന്വേഷിച്ചു എന്നും രാമുചേട്ടൻ പറഞ്ഞു. ഇത് തലവേദനയാവുമെന്ന് തോന്നുന്നു, ആകാശ് പറഞ്ഞു. ആദിക്ക് രവിയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. നമുക്ക് നോക്കാം അവനെവിടെ വരെ പോകുമെന്ന്, ആദി പറഞ്ഞു. അടങ്ങിയില്ലെങ്കിൽ അവനെ ഞാൻ ശരിയാക്കും, ആദി ദേഷ്യത്തോടെ പിറുപിറുത്തു. പാറുവിനെ പറ്റി ഒരറിവും രവിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ ദേഷ്യം മുഴുവൻ രവി ആക്സിലേറ്ററിൽ തീർത്തു. കാർ വെടിയുണ്ട കണക്കെ പാഞ്ഞു. ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയ രവി അടുത്തു കണ്ട ഒരു ബാറിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കാർ കയറ്റി നിർത്തി. ബോധം മറയുവോളം കുടിച്ചു. ആ സമയവും പാറുവിനെ എങ്ങനെ കാണുമെന്ന ചിന്തയിലായിരുന്നു രവി. സലാലയും മസ്കറ്റും ഒമാനും സന്ദർശിച്ചു. അവിടുത്തെ ബിസിനസ്സൊക്കെ പാറുവിനെ പരിചയപ്പെടുത്തി. കണക്കുകളെല്ലാം നോക്കി ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തി. അവർ ന്യൂയോർക്കിലേക്ക് പോയി. ഇവിടെ നിന്ന് നാളെ തിരിച്ചു പോകും. 1 മാസം വളരെ പെട്ടെന്ന് തന്നെ കടന്നുപോയതായി പാറുവിന് തോന്നി. തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി അവർ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ആദിക്കും ആകാശിനും കുട്ടികൾക്കും കവിതയ്ക്കും കൃഷ്ണനും അവൾ ഡ്രസ്സ് എടുത്തു. ഷോപ്പിംഗ് കഴിഞ്ഞു തിരിച്ചു പോകുന്ന വഴി ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന് ഒരു ആഡംബര കാർ വിലങ്ങിട്ടു. അതിൽ നിന്ന് മുടി നീട്ടി വളർത്തിയ നന്നേ ഹൈറ്റുള്ള 2 ചെറുപ്പക്കാർ ചാടിയിറങ്ങി. എന്നിട്ട് മൂർത്തി ഇരിക്കുന്ന സൈഡിൽ വന്ന് ഡോറിൽ തട്ടി. മൂർത്തി ഡോർ തുറന്നു കാറിൽ നിന്നിറങ്ങി. എന്നിട്ട് അവരുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നു. പാറു ഒന്നും മനസ്സിലാവാതെ വെപ്രാളത്തോടെ യമുനയെ നോക്കി. അവർ ഞങ്ങളുടെ മക്കളാണ്, കൈലാസും കിഷോറും, യമുന പറഞ്ഞു. പാറു ആശ്ചര്യത്തോടെ യമുനയെ നോക്കി. യമുനയും പുറത്തിറങ്ങി മൂർത്തിയുടെ സൈഡിൽ നിന്നു. പിന്നാലെ പാറുവും പുറത്തിറങ്ങി. ഇവളാരാ? ഏതാ? കൈലാസും കിഷോറും ദേഷ്യത്തോടെ മൂർത്തിയോട് ചോദിച്ചു. ഞങ്ങളുടെ മകൾ, മൂർത്തി ശാന്തതയോടെ പറഞ്ഞു. മകളോ? എവിടെ നിന്ന് പൊട്ടിമുളച്ചു ഇവൾ ഇത്ര പെട്ടെന്ന്? ഇനി മമ്മി അറിയാതെ നിങ്ങൾക്ക് വേറെ ഭാര്യയുണ്ടോ? ഏതായാലും നല്ല പീസ്. ഇവളെ ഞങ്ങൾക്ക് തരുമോ 1 ദിവസത്തേക്ക്? കിഷോർ ചോദിച്ചു. അടുത്ത നിമിഷം മൂർത്തിയുടെ വലങ്കായി കിഷോറിൻ്റെ മുഖത്ത് പതിഞ്ഞു, അതും നല്ല ശക്തിയിൽ. ഞാൻ ആദ്യമേ അടിച്ചു വളർത്താഞ്ഞിട്ടാ നിങ്ങളിങ്ങനെയായത്. ഇനി തല്ലിയിട്ട് കാര്യമില്ലെന്നും അറിയാം. ആ ഒരു തെറ്റ് ഞാൻ ഇപ്പോൾ തിരുത്തുകയാ. ഏതായാലും ഇതിരിക്കട്ടെ. മൂർത്തി ഒന്നുകൂടി കൊടുത്തു കിഷോറിന്. ഞങ്ങളെ അവോയ്ഡ് ചെയ്യാമെന്ന് കരുതണ്ട. 1 മാസം, അതിനുള്ളിൽ എല്ലാ സ്വത്തുക്കളും കമ്പനിയും ഞങ്ങളുടെ പേരിലേക്ക് മാറ്റണം. ഇല്ലെങ്കിൽ നിങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല. തീർക്കും ഞങ്ങൾ. അറിയാലോ ഞങ്ങളെ. അച്ഛനും അമ്മയും ആണെന്ന സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഞങ്ങൾക്കില്ല. മറക്കണ്ട. 1 മാസത്തിനുള്ളിൽ. അതും പറഞ്ഞ് കൈലാസും കിഷോറും വെട്ടിത്തിരിഞ്ഞു അവരുടെ കാറിൽ ചെന്ന് കയറി. വളരെ സ്പീഡിൽ ഓടിച്ചു പോയി. പാറു തരിച്ചു നിൽക്കുകയായിരുന്നു.
മൂർത്തി വിദേശയാത്രയിൽ ബോഡിഗാർഡിനെ തൽക്കാലം ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാവുമെന്ന് കരുതിയില്ല. കരഞ്ഞുകൊണ്ടിരുന്ന യമുനയെ മൂർത്തി ചേർത്ത് പിടിച്ചു കാറിൽ കയറ്റി. പാറു സങ്കടത്തോടെ മൂർത്തിയെ നോക്കി. നീ ഇത് കണ്ട് ടെൻഷൻ ആവണ്ട. അതൊരു ഓലപ്പാമ്പാണ്. ചുമ്മാ പേടിപ്പിച്ചു കൊണ്ടിരിക്കും. അത്രയും കരുതിയാൽ മതി. മൂർത്തി തമാശയോടെ പാറുവിനോട് പറഞ്ഞു. അവർ താമസ സ്ഥലത്തേക്ക് പോയി. പിറ്റേന്ന് തന്നെ അവർ അബുദാബി വഴി കേരളത്തിലേക്ക് പുറപ്പെട്ടു. രവിക്ക് പാറുവിൻ്റെ ഒരു വിവരവും ലഭിച്ചില്ല. അവളെ എവിടെ അന്വേഷിക്കുമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല. അവൻ തന്നെ കൊണ്ടാവും വിധം അന്വേഷിച്ചിരുന്നു. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. ഗീതയ്ക്ക് ഇത് 4-ാം മാസമാണ്. അവൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും അവൾ റെസ്റ്റിൽ തന്നെയാണ്. ഒരു ദിവസം അവളുടെ അമ്മ സുഭദ്രയും അച്ഛൻ സേതുവും വീട്ടിൽ വന്നു. ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ? സുഭദ്ര ചോദിച്ചു. ഇല്ല അമ്മേ, അവൾ പറഞ്ഞു. എന്നാൽ കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിൽക്ക്. സേതു പറഞ്ഞു. അയ്യോ അച്ഛ, ഞാനില്ല. കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഞാൻ അധികം ഇളകാറില്ല. ഇപ്പോഴും റെസ്റ്റിൽ തന്നെയാണ്. ഗീത ക്ഷീണം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു. പിന്നെ കാറിലാണെങ്കിൽ നോക്കാമായിരുന്നു. രവിയേട്ടനോടും ചോദിച്ചില്ലല്ലോ, അവൾ പറഞ്ഞു. സേതുവിന് മനസ്സിലായി അവൾക്ക് തങ്ങളുടെ കൂടെ വരാൻ താല്പര്യമില്ലെന്ന്. അയാൾ കൂടുതൽ നിർബന്ധിച്ചില്ല. തങ്ങൾക്ക് കാറൊന്നുമില്ല. ചെറിയ ഓടിട്ട വീടാണ്. അവിടെ വരാൻ ആദ്യമേ ഗീതയ്ക്ക് ഇഷ്ടമല്ല. അവൾ തങ്ങളെ കാണാൻ വരാറുമില്ല. ഞങ്ങൾ അവളെ കാണാൻ ഇങ്ങോട്ട് വരണം, സേതു ചിന്തിച്ചു. ഞങ്ങളുടെ മകളല്ലേ, ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. ആദ്യ ഉത്സാഹത്തോടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ഇപ്പോഴേ പോകേണ്ടെന്ന് ആകാശ് പറഞ്ഞതാണ്. പക്ഷേ അവൻ കേട്ടില്ല. കാരണം ഇനിയും 6 മണിക്കൂറുണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ. ലാൻഡിംഗ് കൃത്യസമയം ആണോന്നറിയില്ല. ആദി കാറിൽ തന്നെ അവരെ വെയിറ്റ് ചെയ്തു. അവസാനം ഫ്ലൈറ്റ് എത്തി. ലാൻഡിങ്ങും കഴിഞ്ഞു. ക്ലിയറൻസ് കഴിഞ്ഞു. ലഗേജ് വിട്ട് കിട്ടി. അവർ എയർപോർട്ടിന് പുറത്തെത്തി. ആദി മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മൂർത്തിയുടെ ഡ്രൈവറും എത്തിയിട്ടുണ്ട്. പാറുവിനെ കണ്ടപ്പോൾ തന്നെ ആദി അവളുടെ അടുത്തേക്ക് പോയി. യാത്രയൊക്കെ സുഖമായിരുന്നോ? അവൻ മൂർത്തിയോട് ചോദിച്ചു. ചെറിയൊരു കുഴപ്പം. അത് മാറ്റി വെച്ചാൽ പിന്നെ വളരെ സുഖമായിരുന്നു. എന്തു കുഴപ്പം? ആദി ചോദിച്ചു. ആദ്യേട്ടൻ വന്നിട്ടുണ്ടാവോ? ആദ്യേട്ടൻ എത്തിയിട്ടുണ്ടാവോ? ഇത് തന്നെ ഇടയ്ക്കിടെ ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യമുന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആദിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. പാറുവിൻ്റെ ലഗേജൊക്കെ ആദി തൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ കയറ്റി. അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കടന്നിരുന്നു. പാറു മൂർത്തിയെ ഒന്ന് നോക്കി ആദിയുടെ കാറിൽ കയറി. ആദി വേഗം തന്നെ വണ്ടിയെടുത്തു. മൂർത്തിയും യമുനയും അവരുടെ കാറിലും കയറി. ഡ്രൈവർ വണ്ടിയെടുത്തു. രവി തിരക്കി വന്ന കാര്യം അറിയിക്കേണ്ട എന്ന് ആദി തീരുമാനിച്ചു. വെറുതെ അവളെ ടെൻഷനാക്കണ്ട. പാറുവിനെ വീട്ടിലെത്തിച്ച ശേഷം ആദി മൂർത്തിയെ കാണാൻ പോയി. മൂർത്തിയോട് രവി അന്വേഷിച്ച് വന്ന കാര്യം പറഞ്ഞു. പേടിക്കേണ്ട, നമുക്ക് ശരിയാക്കാം. നീ ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളാം, മൂർത്തി പറഞ്ഞു. മൂർത്തി അന്ന് തന്നെ പാറുവിനെ ലീഗലായി ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പേപ്പേഴ്സ് ശരിയാക്കാൻ തൻ്റെ വക്കീലിനോട് പറഞ്ഞു. അവൾ എൻ്റെ മോളാണ്. അവളെ ഇനി ആരും അന്വേഷിച്ച് വരാൻ പാടില്ല. ആദി പാറുവിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ആകാശും കുട്ടികളും കവിതയും ഒക്കെ ഹാജരുണ്ട്. പാറു അവർക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് കൊടുത്തു. കുട്ടികൾക്ക് 2 പേർക്കും ഡ്രസ്സും ചോക്ലേറ്റും കൊടുത്തു. കൂടാതെ ചക്കിക്ക് ഒരു ചെറിയ മേക്കപ്പ് സെറ്റും നൽകി. കവിതയ്ക്കും കൃഷ്ണനുമുള്ള ഡ്രസ്സ് കവിതയെ ഏൽപ്പിച്ചു. പിന്നെ ആകാശിന് ഡ്രസ്സും ഒരു കോസ്റ്റ്ലി വാച്ചും നൽകി. അതുപോലെ തന്നെ ആദിക്കും കൊടുത്തു. നിനക്ക് റെസ്റ്റ് എടുക്കണ്ടേ പാറു? ആകാശ് ചോദിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. പിന്നാലെ കവിത കുട്ടികളെയും കൊണ്ടുപോയി. ആദി പാറുവിനെ ചേർത്ത് പിടിച്ചു. ഇനി പോയ വിശേഷങ്ങളൊക്കെ പറ, ആദി പറഞ്ഞു. ഒക്കെ ഞാൻ പറയാറില്ലേ, ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ലേ, പാറു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ലടി, നീ എന്നെ മിസ് ചെയ്തോ? അതാണ് എനിക്ക് അറിയേണ്ടത്, ആദി വ്യക്തമാക്കി. പിന്നെ ഒരുപാട് മിസ് ചെയ്തു. പിന്നെ ഒരു സംഭവം ഉണ്ടായി. അവൾ കൈലാസിനെയും കിഷോറിനെയും പറ്റി പറഞ്ഞു. അവർ അവിടെയല്ലേ, ഈയിടെ പ്രശ്നത്തിന് വന്നാൽ നമുക്ക് നോക്കാം, ആദി അവളെ സമാധാനിപ്പിച്ചു. അവൾ മൂളി. ഫുഡ് കഴിച്ചതാണോ? അവൾ ചോദിച്ചു. കഴിച്ചില്ല, ഇവിടെ കവിത ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. ആദി തന്നെ അവൾക്കെല്ലാം വിളമ്പിക്കൊടുത്തു. തനിക്കുള്ളതും വിളമ്പിയെടുത്തു. അപ്പോഴേക്കും ആകാശ് വന്നു. അവനും വിളമ്പിക്കൊടുത്തു. 3 പേരും കൂടി ഫുഡ് കഴിച്ചു. പാറു ആകാശിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. നമുക്കെന്ത് വിശേഷം? ഇവിടെ ഒരു നിരാശ കാമുകൻ ഉള്ളത് കാരണം സൈറ്റിൽ നിന്ന് സൈറ്റിലേക്ക് ഓടേണ്ടത് ഞാനാ.
ഇനി നീ വന്നല്ലോ, ഇനി ഞാൻ റെസ്റ്റ് എടുത്ത് അർമാദിക്കും. ഓ എനിക്ക് വയ്യ, ആകാശ് സന്തോഷത്തോടെ പറഞ്ഞു. ആദി ഇടതു കൈകൊണ്ട് ആകാശിൻ്റെ പുറത്തൊന്ന് കൊടുത്തു. കണ്ടല്ലോ, പാറു സാക്ഷി. എനിക്ക് ഇന്നു മുതൽ ഒരാഴ്ച ലീവ് വേണം, ആകാശ് പറഞ്ഞു. എന്തിന്? ആദി ചോദിച്ചു. അത് ശരി, എൻ്റെ പുറം അടിച്ചു പൊളിച്ചിട്ട് എന്തിനെന്നോ? ആകാശ് ചോദിച്ചു. അതിന് നിനക്കൊന്നും പറ്റിയില്ലല്ലോ, ആദി പറഞ്ഞു. ആര് പറഞ്ഞു? നീ ഡോക്ടറാണോ? അല്ലല്ലോ. അപ്പം മിണ്ടാതിരി. ഞാൻ ഇന്ന് തന്നെ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും. എന്നിട്ട് ഒരാഴ്ചത്തെ ഉഴിച്ചിലും കിഴിപിടുത്തവും കഴിഞ്ഞു വരാം, ആകാശ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകി. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാ അവൻ. ആദി പല്ല് കടിച്ചു. പാറു ചിരിച്ചുപോയി. രവി പാറുവിനെ അന്വേഷിക്കാൻ വേണ്ടി ഓഫീസിൽ നിന്ന് 2 ദിവസം ലീവെടുത്തു. അവൻ മലപ്പുറം പോയി ഒന്നുകൂടി അന്വേഷിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, അവിടെ നിന്ന് പ്രതീക്ഷ കാറ്ററിംഗ് സർവീസിൻ്റെ വണ്ടി പോകുന്നത് കണ്ടു. രവി നേരെ അവിടെ പോയി അന്വേഷിച്ചു. അവിടെ ഒരു നിശ്ചയമായിരുന്നു നടന്നത്. 25 പേർക്കുള്ള ഫുഡ് ഏൽപ്പിച്ചിരുന്നു. ക്യാഷ് അടച്ചത് അനന്തമൂർത്തി സാറാണ്, AM കമ്പനിയുടെ CEO. മാനേജർ പറഞ്ഞു. തൻ്റെ ബോസ് എന്തിനാ ഇവിടെ വന്ന് ക്യാഷ് കൊടുത്തത്? മൂർത്തി സാറും ഇവളും തമ്മിൽ എന്താ ബന്ധം? രവി ചിന്തിച്ചു. അവനൊന്നും മനസ്സിലായില്ല. വലിയ പരിപാടിയായിരുന്നു അവിടെ? രവി ചോദിച്ചു. കുറച്ച് ആളുകളേ ഉള്ളൂ, എന്നാലും നല്ല പരിപാടിയായിരുന്നു. മോതിരം മാറി, അങ്ങനെ എല്ലാ ചടങ്ങുകളും ഉണ്ടായിരുന്നു. ഫോട്ടോ വല്ലതും ഉണ്ടോ? രവി ചോദിച്ചു. ഫോട്ടോ ഇവിടെയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷ്വൽസ് സ്റ്റുഡിയോയിൽ അന്വേഷിച്ചാൽ കിട്ടും. അവിടുത്തെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ, താങ്ക് യു പറഞ്ഞുകൊണ്ട് രവി സ്റ്റുഡിയോയിലേക്ക് പോയി. അവിടെ അന്വേഷിച്ചപ്പോൾ ആൽബം എറണാകുളം അഡ്രസ്സിൽ അയച്ചു കൊടുത്തു എന്നറിയിച്ചു. അഡ്രസ്സ് എവിടെ നോക്കട്ടെ? അത് തെറ്റാണെന്ന് തോന്നുന്നു, രവി പറഞ്ഞു. ഫോട്ടോഗ്രാഫർ ഒന്നും ആലോചിക്കാതെ അഡ്രസ്സ് എടുത്തു കാണിച്ചു. രവി അത് മനഃപ്പാടമാക്കി. രവി പാറുവിനെ അന്വേഷിച്ചു. എറണാകുളത്തെ അഡ്രസ്സ് ലക്ഷ്യം വെച്ച് പോയി. പാറു ആദിയുടെ കൂടെ മൂർത്തിയുടെ വീട്ടിലേക്ക് പോയി. അവരുടെ മക്കളെ പറ്റി അറിയാൻ വേണ്ടി. പാറുവിനെ അവർ മറ്റൊരു കണ്ണുകൊണ്ട് കണ്ടതിൽ ആദിക്ക് ശരിക്കും ദേഷ്യം പിടിച്ചിരുന്നു. മൂർത്തിയും യമുനയും എല്ലാം ആദിയോടും പാറുവിനോടും തുറന്നു പറഞ്ഞു. തെളിവും കാണിച്ചു കൊടുത്തു. ആദിക്ക് എന്തു പറയണമെന്ന് അറിയാതെയായി.